CPM-ൽ പരാതി ചോർച്ച വിവാദത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തു വരുമ്പോഴും വാർത്ത തള്ളിക്കളയുകയാണ് ഇപ്പോഴും CPM സംസ്ഥാന നേതൃത്വം. വാർത്ത അസംബന്ധമെന്ന നിലപാടിലാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും നേതാക്കളും. അതിനിടയിൽ പരാതിയിൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ CPM നേതൃത്വത്തെ വൻ പ്രതിസന്ധിയിലാക്കുകയാണ്. CPM നേതാക്കൾക്ക് വ്യവസായികളുമായുള്ള ബന്ധം എന്തെന്ന് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷവും രംഗത്തെത്തിക്കഴിഞ്ഞു. MV ഗോവിന്ദന്റെ പ്രതികരണം കേൾക്കാം. ഇന്ന് V ശിവൻകുട്ടിയും ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നു. ആ പ്രതികരണവും പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലാക്കിയ ഒരു വിവാദമില്ലേ? പക്ഷെ ഒന്നും പറയാനില്ലേ, അതിന് പ്രതികരിക്കുന്നില്ലേ? ഇന്നലെ പ്രതികരിച്ചു, അസംബന്ധങ്ങളോടൊന്നും പ്രതികരിക്കുന്നില്ല. അതാ പറഞ്ഞ മലയാളം പറഞ്ഞത്, മലയാളത്തിലാ പറഞ്ഞത്. അവതാരങ്ങളാണെന്ന് പറഞ്ഞു നടക്കുന്നത് അല്ലാതെ പാർട്ടിക്കകത്ത് അവർക്ക് വേറെ സ്വാധീനമൊന്നുമില്ല. അവരിങ്ങനെ അവതാരങ്ങളാണ്. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ പാർട്ടിയായിട്ട് ഒരു ബന്ധം ഉണ്ടാവും. അത്രയും കാര്യത്തിൽ കാണേണ്ടതായിട്ടുണ്ട്. അല്ല, ഈ അവതാരങ്ങളൊന്നുമല്ലല്ലോ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പർമാർ നിശ്ചയിക്കുന്നതും പാർട്ടിയുടെ നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും മന്ത്രിമാരെ തീരുമാനിക്കുന്നതും വകുപ്പ് തീരുമാനിക്കുന്നതും ഈ അവതാരങ്ങളൊന്നും അല്ലല്ലോ. അവതാരങ്ങളെ വഴിക്കങ്ങ് പറഞ്ഞു നടക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇന്ന് വൃത്തിയില്ലെന്ന് പറഞ്ഞാൽ അത് തന്നെ സ്വയം മതിയാക്കും. അങ്ങനെ ചരിത്രമുണ്ട്. ഇത് തെരഞ്ഞെടുപ്പിന് മുന്നിൽ കാണുന്ന ഒരു പ്രചരണമായിട്ട് മാത്രമേ ഞങ്ങൾ അതിനെ കാണുന്നു. പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യുന്ന കാര്യമുണ്ട്, പാർട്ടിക്കകത്ത് പുറത്ത് ചർച്ച ചെയ്യുന്ന കാര്യമുണ്ട്. അങ്ങനെ പല നടപടികളും പാർട്ടിക്കകത്ത് ഉണ്ടല്ലോ. അതൊന്നും ഇതുവരെ ആരും തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ. ഒരു കോടതി തെളിയിക്കപ്പെട്ടിട്ടില്ല, മറ്റേതെങ്കിലും ആധികാരികമായിട്ടുള്ള സ്ഥാപനങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇത് സമൂഹത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്നുള്ള സംഗതിയാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ പാർട്ടി സെക്രട്ടറി പറയേണ്ട ബന്ധപ്പെട്ടവരും പറയും. ഇത്തരം അടിസ്ഥാനരഹിതമായിട്ടുള്ള ആക്ഷേപങ്ങൾ കൊണ്ടൊന്നും CPM-നെയും CPM-ന്റെ നേതാക്കന്മാരെയും തകർക്കുന്നതിന് വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്. അവതാരങ്ങൾക്ക് പാർട്ടിയിൽ ഇടമില്ല എന്ന് V ശിവൻകുട്ടി പറയുന്നു. അസംബന്ധ നാടകമാണ് എന്നാണ് MV ഗോവിന്ദൻ പറയുന്നു. പക്ഷേ ഈ ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങൾ, ഈ കത്ത്, ഈ പരാതി എങ്ങനെ കോടതിയിലെത്തി? ഷർഷാദ് എന്നയാൾ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ ഉന്നയിച്ചിരുന്ന പരാതികൾ, PBക്ക് നൽകിയിരുന്ന പരാതി, അതെങ്ങനെ കോടതി രേഖയായി മാറി എന്ന കാര്യത്തിൽ മാത്രം പാർട്ടിയുടെ ഒരു നേതാവും ഒരു വിശദീകരണവും നൽകുന്നില്ല. പാർട്ടിയിലെ വിഭാഗീയതയാണ് ഇതിന് പിന്നിലുള്ളത് എന്നുള്ള ആരോപണം ഉയർന്നു വന്നിട്ട് പോലും ഇതിൽ ഒരു വിശദീകരണം നൽകുവാനും പാർട്ടി തയ്യാറായിട്ടില്ല. വ്യവസായികളുമായിട്ടുള്ള പാർട്ടി നേതാക്കളുടെ ബന്ധം എങ്ങനെയാണ് ഒരു സ്വകാര്യ കമ്പനിയിലേക്ക് പണം ഒഴുകിയതെന്നും ആ കമ്പനിയിൽ നിന്ന് പാർട്ടി നേതാക്കളുടെ അക്കൗണ്ടുകളിലേക്ക് പണം വന്നത് എന്നുമുള്ള ആരോപണം ഉയർന്നു വന്നിട്ടും ഷർഷാദ് എന്ന വ്യവസായി കുറേയേറെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടും എന്തുകൊണ്ട് പാർട്ടി നേതൃത്വം മിണ്ടുന്നില്ല എന്ന ഗുരുതരമായ കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. TG സജിത്തും VV അരുണും ചേരുകയാണ്. സജിത്ത്, ഇത് നിസ്സാരമായ ഒരു കാര്യമല്ലല്ലോ. പാർട്ടിയിലെ നേതാക്കൾക്കെതിരെ തന്നെയാണ് ഇത്തരത്തിലൊരു പരാതി ഉയർന്നു വന്നത്. ഷർഷാദ് എന്ന വ്യവസായി ഇത് പാർട്ടി നേതൃത്വത്തിന് തന്നെ നൽകിയതാണ്. പക്ഷേ അവിടെ ഒരു മാനനഷ്ട കേസിന്റെ രൂപത്തിൽ ഈ രേഖകൾ, അത് പാർട്ടിയിൽ വന്ന രേഖകൾ, അത് നേരെ വരുന്നത് കോടതിയിലേക്കാണ്. മാനനഷ്ട കേസിന്റെ ഭാഗമായി ഡൽഹി ഹൈക്കോടതിയിൽ വരുന്നു. അത് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇതേ വ്യവസായി തന്നെ CPM ജനറൽ സെക്രട്ടറി MA ബേബിക്ക് കത്ത് കൊടുക്കുന്നു. ആ കത്തും പുറത്തു വരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ മൗനം എന്നുള്ള ചോദ്യം വരുമല്ലോ. സ്വാഭാവികമായിട്ടും പാർട്ടിയിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടുള്ള ഈ സമയത്ത് മൗനത്തിലൂടെ അതിനെ മറികടക്കുവാനാണോ ഇപ്പോൾ CPM-ന്റെ നീക്കം? മഞ്ജുഷ, ഈ വിഷയത്തിൽ ഇന്ന് ഡൽഹിയിൽ അല്പസമയം മുമ്പ് MV ഗോവിന്ദന്റെ പ്രതികരണമാണ് ഏറ്റവും പുതിയതായി പുറത്തു വന്നിരിക്കുന്നത്. വാർത്ത പൂർണ്ണമായും നിഷേധിക്കുകയാണ്, അസംബന്ധമാണ്, ഇതിനോട് പ്രതികരിക്കുന്നില്ല എന്ന് തന്നെയാണ് പാർട്ടി എടുത്ത നിലപാട്. ഇതിനപ്പുറത്തേക്ക് വിവാദത്തിൽ ഇപ്പോൾ തലവെക്കേണ്ടതില്ല എന്നതാണ് CPM നേതൃത്വത്തിൻ്റെ തീരുമാനമെന്ന് മനസ്സിലാക്കാം. V ശിവൻകുട്ടിയുടെ പ്രതികരണത്തിൻ്റെ സൂചന നൽകുന്നതും അതാണ്. പക്ഷേ പ്രതിപക്ഷമടക്കം ഇത് വലിയ ആയുധമാക്കുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം CPM-ന് വ്യവസായികളുമായുള്ള അവിശുദ്ധ ബന്ധം ഉണ്ട് എന്ന തരത്തിൽ രാഷ്ട്രീയപരമായ ആക്ഷേപം ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്ന ഒരു ആയുധമായി ഇത് മാറുകയാണ്. അതുകൊണ്ടുകൂടി ഇതിന് രാഷ്ട്രീയ മൂർച്ചയേറെയാണ് എന്നതാണ്. മാത്രമല്ല, സംസ്ഥാനം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് കളമൊരുങ്ങുന്ന പശ്ചാത്തലത്തിൽ ഈ ആക്ഷേപം ഉയരുന്നത് സ്വാഭാവികമായും ആ തരത്തിൽ തന്നെ പ്രതിപക്ഷം ഉന്നയിക്കും. ഇന്നലെ ഈ ആക്ഷേപം വന്ന ഉടൻ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനും BJP നേതാക്കളും ഒക്കെ CPM-നെതിരെ ഇത് ഉന്നയിക്കാൻ കൂടുതൽ ആർജവം കാട്ടിയതിൻ്റെ കാരണവും അതുതന്നെയാണ്. എന്തായാലും ഈ വാർത്ത നിഷേധിച്ചെങ്കിൽ കൂടിയും CPM വിശദീകരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഡൽഹിയിൽ നടക്കുന്ന PB യോഗങ്ങളിലടക്കം ഈ വിഷയങ്ങൾ പരാമർശിക്കപ്പെടുമോ എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം കേരളത്തിലൊരു വലിയ വിവാദമായി ഉയർന്നു വരുന്നു എന്ന് മാത്രമല്ല, ഇതിൽ PBയുമായി ബന്ധപ്പെട്ട ദേശീയ നേതൃത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഈ വിവാദത്തിൻ്റെ അടിസ്ഥാനമായി മാറുന്നതും. അതുകൊണ്ട് കൂടി തന്നെ അത്തരത്തിൽ
ചർച്ചകൾ വരുമോ എന്നതും പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. എന്തായാലും വ്യവസായികളുമായുള്ളതായിരുന്ന ബന്ധം എന്താണ്, ഇവർ എന്ത് തരത്തിലുള്ള ഇടപെടലുകളാണ് നടത്തിയത്, CPM-ന്റെ ഇപ്പോൾ മന്ത്രിമാരായിരിക്കുന്ന ചില നേതാക്കൾക്കടക്കം ഇവരുമായുള്ള ഇടപാടുകൾ എന്തായിരുന്നു, ഇക്കാര്യങ്ങളിലൊക്കെ പൊതുസമൂഹത്തിന് വ്യക്തത വരുത്തണം എന്ന ആവശ്യമാണ് പ്രതിപക്ഷമൊക്കെ ഉന്നയിക്കുന്നത്. പക്ഷേ CPM ഇതിൽ തലവെച്ചിട്ടുള്ള CPM അത് വിശദീകരിക്കാൻ തയ്യാറാവുന്നില്ല. പക്ഷേ വലിയൊരു ചോദ്യം ഉയരുന്നുണ്ട്. സ്വാഭാവികമായും പാർട്ടിയെ സംശയത്തിന് നിലനിർത്തുന്ന ഈ ആക്ഷേപത്തിൽ വിശദീകരണം ഉണ്ടാവണം എന്നത് CPM-നകത്ത് തന്നെ ഒരുപക്ഷെ ഒരു വിഷയമായി തന്നെ ഉയർന്നു വരാനുള്ള സാധ്യതയും ഏറെയുണ്ട്. ശരി, അരുൺ കൂടി ചേരുകയാണ്. അരുൺ, ഈ ഷെർഷാദ് പറയുന്ന കാര്യങ്ങൾ വളരെ ഗുരുതരമുള്ള കാര്യങ്ങളാണ്. അതിൽ തനിക്ക് നേരിട്ടറിയാവുന്ന കാര്യങ്ങളാണ് ഷെർഷാദ് പറയുന്നത്. രാജേഷ് കൃഷ്ണ എന്ന വ്യക്തി 2016 വരെ വലിയ സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്ന ആളല്ല. അവിടെ ലണ്ടനിൽ മറ്റുള്ളവരുമായി ചേർന്ന് താമസിച്ചിരുന്ന ആളാണ്. സ്വന്തമായിട്ട് വീട് പോലും ഉണ്ടായിരുന്ന ആളല്ല. സ്വന്തമായിട്ടൊരു വീട് വാടകയ്ക്ക് എടുക്കാൻ പറ്റിയ ആളായിരുന്നില്ല. പക്ഷേ ഒന്നാം പിണറായി സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷമാണ് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയത്. അവിടെ നിന്ന് ലോക കേരള സഭയിലേക്ക് കടന്നു വരുന്നു. പിന്നെ അവിടെ നിന്ന് പാർട്ടി കോൺഗ്രസിൽ പ്രതിനിധിയായിട്ട് വരുന്നു. പക്ഷേ അവിടെ പരാതി ഉയർന്നതുകൊണ്ട് പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്നു. ഇതെല്ലാം വരുന്ന സമയത്ത് ഒരു സ്വകാര്യ കമ്പനിയിലേക്ക് കോടികൾ ഒഴുകി വരുന്നു. ആ പണം എങ്ങോട്ട് പോയി എന്ന കാര്യത്തിൽ ഒക്കെ അന്വേഷണം വേണമെന്നാണ് ഷെർഷാദ് ആവശ്യപ്പെട്ടിരുന്നത്. അത് പാർട്ടിയോടാണ് ആവശ്യപ്പെട്ടിരുന്നത്. ആ പരാതിയാണ് ഈ മാനനഷ്ട കേസിന്റെ ഭാഗമായിട്ട് കോടതിയിൽ വന്നത്. അപ്പോൾ നിസ്സാര കാര്യങ്ങളല്ല ഷെർഷാദ് പറയുന്നത്. പക്ഷേ മൗനം തന്നെ തുടരുക എന്നത് തന്നെയാണോ തീരുമാനം? അവിടെ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, വിഭാഗീയത എന്നുള്ള പ്രശ്നം. എങ്ങനെ ഈ കത്ത് ചോർന്നു എന്നുള്ള കാര്യം അതുകൂടി ഇപ്പോൾ പാർട്ടിയിൽ ചർച്ചയായിട്ട് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയല്ലേ അരുൺ? തീർച്ചയായിട്ടും ഷെർഷാദിന്റെ ആരോപണങ്ങൾക്ക് തെളിവില്ല. അത് നേരത്തെ അയാൾ ഉന്നയിച്ചു തന്നെയാണ്. അതിൽ പുതുമയില്ല. ഇത് രണ്ടുമാണ് ഇപ്പോൾ CPM-ന്റെ ഒരു അനൗദ്യോഗികമായ ഒരു വിശദീകരണമായി വരുന്നത്. നേരത്തെ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചതാണ്. അത് ആ ഘട്ടത്തിൽ തന്നെ തെളിവില്ലെന്ന് കണ്ട് പാർട്ടി തള്ളിക്കളഞ്ഞതുമാണ്. പക്ഷേ ഈ രാജേഷ് കൃഷ്ണയുടെ സാമ്പത്തിക വളർച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണമായി തന്നെ നിൽക്കുന്നു. അയാൾക്ക് CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. പലപ്പോഴും CPM-ന്റെ സൈബർ പോരാളിയായൊക്കെ സാമൂഹ്യ മാധ്യമം നിറഞ്ഞു നിൽക്കുന്ന ആൾ കൂടിയാണ് രാജേഷ് കൃഷ്ണ. കിങ്ഡം സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന കമ്പനി, അത് വളരെ പ്രശസ്തമായൊരു അമേരിക്കയിലൊരു സെക്യൂരിറ്റി സേവനങ്ങൾ നൽകുന്ന കമ്പനിയാണ്. അതിൻ്റെ ഇന്ത്യയിലെ ഓഹരി ഉടമയാണ് രാജേഷ് കൃഷ്ണ. അതിലൂടെയാണ് അയാൾക്ക് വരുമാനമെന്നാണ് ഒരു വിവരമുള്ളത്. ആ കമ്പനിക്കും പക്ഷേ കേരളത്തിൽ പ്രവർത്തിക്കാനൊക്കെ തടസ്സങ്ങളുണ്ട്. ഈ ഫോറിൻ നാണയ വിനിമയ ചട്ടം ലംഘിച്ചതിനൊക്കെ ഈ കമ്പനിക്കെതിരെ കേസുമുണ്ട്. ആ ഒരു കമ്പനി ഇപ്പോഴും പല സ്ഥാപനങ്ങളിലും, കേരളത്തിലെ പല സ്ഥാപനങ്ങളിലും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. അതുതന്നെ ഈ സർക്കാരിലുള്ള ഇയാളുടെ സ്വാധീന തെളിവായാണ് ആരോപിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ സെക്യൂരിറ്റി ക്ലിയറൻസ് ഇല്ലാത്തൊരു കമ്പനിക്ക് എങ്ങനെയാണ് അവർ ഇപ്പോഴും ഈ പ്രവർത്തിക്കുന്നത്? അത് ആ കമ്പനിയുടെ അക്കൗണ്ടിൽ നേതാക്കൾക്കൊക്കെ അത് തിരഞ്ഞെടുപ്പ് ഫണ്ട് നൽകിയെന്ന ആരോപണവും ഉയർന്നു വരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ പ്രധാന നേതാക്കളുമായി CPM-ന്റെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളുമായി, മന്ത്രിമാരുൾപ്പെടെ നേതാക്കളുമായി അടുത്ത വ്യക്തിബന്ധം ഈ രാജേഷ് കൃഷ്ണയ്ക്കുണ്ട്. ഈ CPM നേതാക്കൾ, സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ UK-യിലേക്ക് പോകുമ്പോൾ അവിടെ ആതിഥേയനായി മാറുന്നതും രാജേഷ് കൃഷ്ണയാണ്. ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ടാണ് ഇയാൾ പല തട്ടിപ്പുകളും നടത്തുന്നതെന്ന ആരോപണമാണ് ഷെർഷാദ് ഉന്നയിക്കുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടൊരു കേസ് ഇതുവരെ